കൊല്ലത്തേക്ക് പോകാം. ഇടവേളയ്ക്ക് മുൻപ് പരാമർശിച്ചതുപോലെ കൊല്ലം എങ്ങനെ ചിന്തിക്കാൻ പോകുന്നു, മുന്നണികളുടെ പ്രതീക്ഷകൾ എന്താണ്? കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, തീരദേശ മലയോര മേഖലകൾ, കർഷകർ, കശുവണ്ടി തൊഴിലാളികൾ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന കൊല്ലം CPM-ന് എല്ലാ തവണയും സമീപകാലത്തൊക്കെ തന്നെ കരുത്ത് നൽകിയിട്ടുള്ള ഒരു ജില്ലയായി വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് ഇക്കുറി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുള്ളത്? കൊല്ലം ജില്ലയിലാകെ 11 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 LDF ആണ് വിജയിച്ചത്, 2 UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു, അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. RSP എന്ന ഫാക്ടർ 2 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു ആൾ പോലും RSPയുടെ നിന്ന് ജയിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായി മത്സരങ്ങൾ നടക്കുന്ന ഒന്ന് ചാത്തന്നൂർ, കൊട്ടാരക്കര, ചവറ അടക്കമുള്ള പത്തനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വാശിയോടുകൂടിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഒന്നാമത്തെ പേര് ഈ ചാത്തന്നൂർ തന്നെയാണ്. ചാത്തന്നൂർ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാര്യം കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് ഇവിടെ എത്തിയത് BJP സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. നേരത്തെ ജയലാലായിരുന്നു ഇവിടെ MLA ആയിരുന്നെങ്കിൽ CPI ഇപ്പോൾ R രാജേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ യുവമുഖമായിട്ടുള്ള സൂരജ് രവി മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വലിയ ത്രികോണ മത്സരത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തുതന്നെയായാലും ഇവിടുത്തെ ചാത്തന്നൂരിലെ വിജയം അല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ കാര്യത്തിൽ പ്രവചനം അസാധ്യമാണ്. പിന്നീട് നമുക്ക് ചവറയിലേക്ക് പോകാം. ചവറയിൽ ഷിബു ബേബി ജോണും സുജിത് വിജയൻപിള്ളയും തമ്മിലുള്ള മത്സരമാണ്. കഴിഞ്ഞ തവണ 1100 താഴെയുള്ള വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇതിനിടയ്ക്ക് RSPയിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു മണ്ഡലം പറയുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വീണ്ടും ജനവിധി തേടുന്നു. ആ സമയത്ത് ബാലഗോപാലിനെ നേരിടുന്ന പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് വർഷങ്ങളായി 25 വർഷത്തോളം ജനപ്രതിനിധിയായിരുന്ന 3 തവണ കൊട്ടാരക്കരയുടെ MLA ആയ ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ഐഷ പോറ്റിക്ക് ഈ ഇടത് ക്യാമ്പിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തന രീതികൾ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന R രശ്മി അവർ ഇപ്പോൾ മത്സരിക്കുന്ന BJP ചിഹ്നത്തിലാണ്. BJP സ്ഥാനാർത്ഥിയായി അവർ ഇന്ന് പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മത്സരം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടാരക്കര മേഖലയിൽ നടക്കുന്നുണ്ട്. പുനലൂർ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ കണ്ണൻ? അങ്ങനെ നേരത്തെ കലാപക്കൊടി ഉയർത്തി വിമതനായി മത്സരിക്കുന്ന സഞ്ജയ് ഖാനൊക്കെ തന്നെ സെറ്റിലാക്കിയവരെയൊക്കെ പറഞ്ഞു. അവിടുത്തെ കോൺഗ്രസിനെ ഒരുവിധം KC വേണുഗോപാൽ സെറ്റിലാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെയും സഞ്ജയ് ഖാൻ മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അടൂരിൽ വെച്ച് സഞ്ജയ് ഖാനും KC വേണുഗോപാലും തമ്മിൽ ചർച്ച നടത്തി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് സഞ്ജയ് ഖാൻ KC വേണുഗോപാലിനോട് സംസാരിച്ചത്. അപ്പോൾ KC വേണുഗോപാൽ തിരിച്ച് മറുപടി സംസാരിക്കുന്നുണ്ട്. സഞ്ജയ് ഖാനെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി സർവ്വസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത്. എന്നാൽ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ അത് പരാജയപ്പെട്ടു പോവുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. മാത്രമല്ല പല കാര്യങ്ങളിലും ഇനി സഞ്ജയ് ഖാൻ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി KC വേണുഗോപാൽ നൽകുന്നു. അങ്ങനെ ആ പ്രശ്നം പുനലൂരിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നൌഷാദ് യൂനിസ് ആയിരിക്കും അവിടെ ഔദ്യോഗികമായി UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കെടുത്താൻ ഈ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഒരു വലിയ മത്സരം നടക്കുന്നത് കുന്നത്തൂരാണ്. കുന്നത്തൂർ ബന്ധുക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയായും ഉല്ലാസ് കോവൂരും കോവൂർ കുഞ്ഞുവനും തമ്മിലാണ് മത്സരിക്കുന്നത്. ആദ്യ തവണ ഭൂരിപക്ഷം കോവൂർ കുഞ്ഞുവന് കൂടുതലായിരുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 3000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോവൂർ കുഞ്ഞുവൻ ജയിച്ചത്. എന്നാൽ ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഈ ഉല്ലാസ് കോവൂർ പങ്കുവെക്കുന്നത്. കാര്യം അവിടെ കഴിഞ്ഞ 5 വർഷമായി സജീവമായി തന്നെ ഉല്ലാസ് കോവൂർ ആ കുന്നത്തൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. എന്നാൽ 25 വർഷമായി MLA ആയി പ്രവർത്തിക്കുന്ന ഓരോ വീടും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവിടെ കോവൂർ കുഞ്ഞുമോൻ. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണവശാലും അദ്ദേഹം പരാജയപ്പെടില്ല എന്നുള്ളതാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മത്സരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തത്. ആ സീറ്റ് ഏറ്റെടുക്കാൻ CPM ആലോചിച്ചിരുന്നു. എന്നാൽ കോവൂർ കുഞ്ഞുമോനെ മാറ്റിക്കഴിഞ്ഞാൽ ആ സീറ്റിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കൊല്ലം നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയേറെ കാലമായി കൊല്ലത്ത് പ്രതീക്ഷ വെക്കുന്ന നേതാവാണ് UDF നേതാവാണ് കോൺഗ്രസ് നേതാവാണ് ബിന്ദു കൃഷ്ണ. അവർ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണയും M മുകേഷിനോടാണ് അവർ പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ
CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള S. ജയമോഹൻ തൊഴിലാളി മേഖലയിലെ നേതാവാണ്. അപ്പം തന്നെ അദ്ദേഹത്തിന് കുറേയേറെ കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചതിൻ്റെയൊക്കെ അനുഭവ പരിചയമുണ്ട്. ആ രണ്ട് നേതാക്കന്മാർ തമ്മിൽ മത്സരിക്കുമ്പോൾ BJP ഒരു ഡോക്ടറെ രംഗത്തിറക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള മത്സരം വരുമ്പോൾ എങ്ങനെയാകും കൊല്ലം വിധി എഴുതുക എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. പരമാവധി 6 സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് UDF-ന്റെ ലക്ഷ്യം. 9-ൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ള ഒരു പ്രതീക്ഷ LDF-ഉം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് 9-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പം അതൊരു വലിയ ചിന്താഗതിയായി പോകുമെന്നാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതായത് നിലവിൽ കൊല്ലം ജില്ലയിൽ പ്രവചനം അസാധ്യമാണ്. ഏറ്റവും നല്ല മത്സരങ്ങൾ നടക്കുന്ന, ഏറ്റവും വാശിയോട് മത്സരം നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാത്തന്നൂർ, അതുപോലെ ചവറ, കുന്നത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ്.